നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനില്ല എന്ന PV അൻവർ പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ വോട്ട് ബാങ്ക് ആരെ തുണയ്ക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. പിണറായിസത്തെ വിമർശിച്ചുകൊണ്ടാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചതെങ്കിലും ഇപ്പോൾ UDF-നെതിരെയുള്ള കലഹത്തിലാണ് എത്തി നിൽക്കുന്നത്. അതേസമയം അൻവർ മത്സരിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകുന്നുമില്ല. അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും ശരിയാകാത്ത വിധം UDF-ഉമായുള്ള വിള്ളൽ വലുതായി. ഇരു മുന്നണികളിലേക്കും ഇല്ലെങ്കിലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നത് ഒരു ചോദ്യമാണ്. തൃണമൂൽ കോൺഗ്രസ് കൂടെയില്ലെങ്കിൽ UDF എങ്ങനെ ജയിക്കുമെന്നായിരുന്നു അൻവറിന്റെ വെല്ലുവിളി. PV അൻവർ ഇല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. അൻവർ നിലപാട് പ്രഖ്യാപിച്ചതോടെ UDF നേതാക്കളും രംഗത്ത്. ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ടും UDF-നെ വിമർശിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്ന് K മുരളീധരൻ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഇനി മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല. പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കാനില്ലെന്ന് അൻവർ പ്രഖ്യാപിക്കുമ്പോൾ മത്സര സാധ്യത തള്ളിക്കളയാനാകില്ല. മത്സരിച്ചാലും ഇല്ലെങ്കിലും പിണറായിസത്തെ പറയുന്നതിനോടൊപ്പം ഇനി കോൺഗ്രസ് നേതാക്കൾക്കും വിമർശനമുണ്ടാകുമെന്നുറപ്പ്. ടീം 24 നിലമ്പൂർ.